അന്ന് ഞങ്ങൾ ആ ഡോക്ടറെ അടുത്ത് പോവുകയും പോയ സമയത്ത് ഡോക്ടറാണ് ഇങ്ങനെ പറയുന്നത്, ഇവന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ഇവനൊരു വെജിറ്റബിൾ പോലെ ആയിരിക്കും. ഒരു ഇൻ്റർവ്യൂ പോലെ ഇവൻ 100 പുസ്തകം വായിച്ചപ്പം അവർ വന്നിട്ട് ഒരു വായനാ ദിനത്തിൽ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ചോദിച്ചപ്പോൾ ഇവൻ അതിൽ ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഖത്തറിൽ പോയിട്ട് വേൾഡ് കപ്പ് കാണണം. ഏവർക്കും നമസ്കാരം. നിർവാണ ലൈഫ് പാത്തിന്റെ പുതിയൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ പ്രതിസന്ധികൾ പോലും പകച്ചു നിൽക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. ഇതിലൊക്കെ വ്യത്യസ്തമായി നമ്മളിന്ന് പരിചയപ്പെടുന്നത് വിശിഷ്ട വ്യക്തികളെയാണ്. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് എന്ന മുദ്രാവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും നേരിടുന്ന നമ്മുടെ മിസ്റ്റർ അനിരുദ്ധ്, അദ്ദേഹത്തിന് താങ്ങും തണലായി നിൽക്കുന്ന ഗോപകുമാറും ധന്യമാവും. സ്വാഗതം. സാറിനെയും ഫാമിലിനെയും പറ്റി അറിയാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ അനിരുദ്ധിനെ പറ്റിയൊക്കെ? എൻ്റെ പേര് ഗോപകുമാർ, എൻ്റെ വൈഫ് ധന്യ, മോൻ അനിരുദ്ധ്. അനിരുദ്ധ് സെറിബ്രൽ പാൾസി എന്ന ഒരു രോഗത്തിന് ആയിട്ട് പൊരുത്തുന്ന ഒരാളാണ്. 1 വയസ്സാകുമ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതാണ്. അതിനുശേഷം സാധാരണ സ്കൂളിൽ നിന്നും ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് അനിരുദ്ധ് പഠിക്കുന്നത്. സർ, ഇദ്ദേഹത്തിൻ്റെ ഒത്തിരി വ്യക്തിത്വമായ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റപ്പ് കണ്ടപ്പോൾ. എന്തൊക്കെയാണ് സാർ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്? കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പാരൻ്റ് എന്ന നിലയിൽ എല്ലാവരെയും പോലെ പുതിയ ആൾക്കാരാണല്ലോ. പാരൻറ്റിങ് നമുക്കിതിനു മുന്നേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. എനിക്കൊന്ന് ഒരു 1ാം പിറന്നാൾ ആഘോഷിച്ച സമയത്ത് ഞാനന്നൊരു കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. കർണാടകയിൽ ദാവൺഗരെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞു. അത് 2 ക്ലാസ്സുകാരും മത്സരിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഇവൻ്റെ ബർത്ത്ഡേയും വരുന്നത് ഒരേ ദിവസമാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് മുറിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു ക്ലാസ് മുറിയിൽ പോയി ഞാനും ഒരു ക്ലാസ് മുറിയിൽ പോയി ഇവനും ബർത്ത്ഡേ കേക്ക് മുറിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾക്കതും ഇവൻ്റെ ഇതിലൊന്നും വലിയ ഇതൊന്നും തോന്നിയിരുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നോർമലി ഇതൊന്നും ഉണ്ടായിരുന്നില്ല, മറ്റല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ അവിടുന്ന് തന്നെ ഒരു ഡോക്ടർ പറഞ്ഞു, ഒരു പ്രശസ്തനായ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ 36 വർഷം ഇതുള്ള ഒരു ഡോക്ടറാണ്, നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടു നോക്കാൻ പറഞ്ഞു. അന്ന് ഞങ്ങൾ ആ ഡോക്ടറെ അടുത്ത് പോവുകയും പോയ സമയത്ത് ഡോക്ടറാണ് ഇങ്ങനെ പറയുന്നത്, ഇവന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ഇവനൊരു വെജിറ്റബിൾ പോലെ ആയിരിക്കും, സംസാരിക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും പേടിച്ചു പോയ ഒരു ദിവസം. അപ്പം അതിനുശേഷമാണ് നമ്മൾ കുറേ ആരെയും വിളിച്ച് പറയാനൊന്നും തോന്നിയില്ല. ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊരു ഡോക്ടറുടെ അഭിപ്രായം മാത്രമാണ്, വേറെയും ഡോക്ടർമാരുണ്ടാവും. പക്ഷെ അന്ന് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തള്ളി നീക്കാൻ. പിറ്റേ ദിവസം അവിടെ തന്നെയുള്ള വേറൊരു ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇവൻ ബുദ്ധിമാനാണ്. അന്ന് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് ആ ഒരാളുടെ വാക്ക് പിടിച്ചങ്ങ് മുന്നോട്ട്. ആ ഡോക്ടറുടെ പേര് ഓർമ്മയുണ്ട്, ബാണപ്പവർമത്ത് എന്നായിരുന്നു ആ ഡോക്ടറുടെ പേര്. മറ്റേ ഡോക്ടറുടെ പേര് ഓർമ്മയില്ല. അപ്പം അതിനുശേഷം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ നമ്മൾ ആയുർവേദം നമ്മൾ അറിയാമല്ലോ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തും പോകും. അപ്പോൾ ഇവന് നല്ല സ്കിൻ ഡേ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് കുറച്ച് നാൾ ചെയ്യുമ്പോൾ ക്ലിയറായി. പിന്നെ ആ ഡോക്ടർ പറയുമ്പോഴും ഇവൻ സംസാരിക്കില്ല എന്ന് പറയുമ്പോഴും ഇവൻ ആ ടേബിളിൽ കിടന്നിട്ട് ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അഖിലേഷ് എന്നാണ് പേര്. ഞങ്ങൾ ഒരുമിച്ച് IIM അഹമ്മദാബാദിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവൻ ഒരു ബാങ്കിൽ HSBCയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളൊരു ദിവസം ഡൽഹിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഡൽഹിയിലേക്ക് യാത്ര പോവാണ്. അപ്പോഴും ഞങ്ങൾക്ക് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെങ്ങനെയാണ് ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ടയേർഡ് ആവുകയും ഇവൻ കൂടുതൽ എനർജിയും കൊണ്ടുവരികയും. അത് എത്ര വയസ്സുള്ളപ്പോഴാണ്? അതൊരു 2 വയസ്സ്. അപ്പോൾ സംസാരിക്കുന്നൊന്നുമില്ല. 2 വയസ്സ് വരെ അവൻ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചിരിക്കുകയും ബാക്കി അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാര്യമായിട്ടൊന്ന് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു ബ്രെയിനി ബേബി എന്ന് പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യും. അത് കുട്ടികളുടെ താളത്തിനനുസരിച്ചിട്ട് ആപ്പിൾ, A for ആപ്പിൾ, അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇംഗ്ലീഷ് മാത്രമാണ്. അപ്പോൾ അത് ഇവനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇവൻ്റെ 4 വയസ്സ് വരെ
ഞങ്ങൾ ഈ TV ഒഴിവാക്കിയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പുസ്തകം വായിക്കും, ഇവനത് കണ്ടുകൊണ്ടിരിക്കും, ഇവൻ ഈ കഥാപുസ്തകം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു ഇത്. ഡൽഹി പോയി തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾക്ക് തോന്നിയത് ഓക്കെ. അപ്പോൾ അന്ന് അഖിലേഷിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, ശ്രുതിയും അഖിലേഷുമായിരുന്നു. ഞങ്ങളെല്ലാ സ്ഥലത്തും താജ്മഹലും എല്ലാം കണ്ട്, ഇവനും കാഴ്ച ആദ്യമായിട്ട് അങ്ങനെ കാണുകയായിരുന്നു. യാത്ര പോകുന്നുണ്ടായിരുന്നു, നമ്മൾ ചെറിയ യാത്രകൾ. അതായിരുന്നു വലിയൊരു യാത്ര. മംഗള എക്സ്പ്രസ്സിന് ട്രെയിനിൽ പോയി അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു നല്ലൊരു യാത്ര. അതൊരു തുടക്കമായിരുന്നു, യാത്രയുടെ തുടക്കം അവിടെയായിരുന്നു ശരിക്കും. സാറിന്റെ കരിയറൊക്കെ മാറ്റി വെച്ചിട്ട് അനിരുദ്ധിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമാണെന്നാണ്. കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൊഫഷണൽ ടീച്ചിങ് ആയിരുന്നു. MBA ഞാൻ IIM അഹമ്മദാബാദിൽ റിസർച്ച് ആൻഡ് ടീച്ചിങ് അസോസിയേറ്റ് ആയിരുന്നു. കുറച്ച് വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് കർണാടകയിൽ ഫുൾ ടൈം ഫാക്കൽറ്റി ആയി ഒരു MBA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കേരളത്തിൽ വന്ന് DC സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി, DC ബുക്സിൻ്റെ കീഴിലുള്ള അതിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അതും കഴിഞ്ഞ് തിരിച്ചിവിടെ എറണാകുളത്ത് SCMS വന്ന് 2 വർഷം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഇവൻ കുറച്ചുകൂടി വലുതായി. പിന്നെ ഇവൾക്കൊറ്റയ്ക്കും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. പിന്നെ ഇവനെ സ്കൂളിൽ രാവിലെ കൊണ്ടുവിടുക അങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടായി. പിന്നെ അതിൻ്റെ ഇടയിൽ കോവിഡും എല്ലാം വന്നൊരു അവസ്ഥ വന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫുൾ ടൈം ഉപേക്ഷിച്ചിട്ട് പിന്നെ ഫ്രീലാൻസർ എന്നുള്ള നിലയിലേക്ക് മാറി. അനിരുദ്ധിന് വേണ്ടിയിട്ടാണ് അതില്ലെങ്കിൽ പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫുൾ ടൈം ഒരു സ്ഥലത്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ അരമണിക്കൂർ ചോദിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ അത് ഒഴിവാക്കി. അനിരുദ്ധിന് എന്തൊക്കെ കഴിവുകളാണ് സാറേ നമ്മൾ പറയാം? ഒത്തിരി കഴിവുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് കഴിവുകൾ എന്ന് പറയാൻ പറ്റില്ല. അവൻ ഓരോ കാലത്ത് അവൻ്റെ കഴിവ് എന്നുള്ളതിനേക്കാളും നമ്മളിപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിലേക്ക് അവന് തുറന്നു വിടുമ്പോൾ, ഇപ്പം 4 വയസ്സ് വരെ അവൻ TV കണ്ടിട്ടില്ല. അതിനുശേഷം ഇവനെ ഞങ്ങൾ ഈ ക്രിക്കറ്റ് മാച്ച് കാണുമ്പോൾ അവൻ്റെ പിന്നെ ഗ്രാൻഡ് ഫാദർ ഇപ്പോഴില്ല, അവൻ്റെ അമ്മയുടെ അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് മാസികയും അതൊക്കെ വായിക്കും. പക്ഷേ ഇവന് വായിക്കാൻ അറിയില്ല. പക്ഷേ ഇവൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തം വായിപ്പിക്കും, എന്താണ് ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു. അങ്ങനെ സ്പോർട്സിലൊരു ജെന്യുവൻ ഇൻട്രസ്റ്റ് ആദ്യമേ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രിക്കറ്റിൽ തുടങ്ങി ഫുട്ബോളിലും അതുകൂടി. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ വന്നപ്പോൾ 7ാം വയസ്സിൽ എനിക്ക് വന്നത് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്നത്തെ CK വിനീത്, റിനോ ആൻഡോ അവരൊക്കെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി അവരൊരു goal.com ചെറിയ ആർട്ടിക്കിളും വന്നിരുന്നു ഇവൻ്റെ ഇതിനോടുള്ള. അതിനുശേഷം സ്പോർട്സിൽ ഭയങ്കര താല്പര്യം കാണിച്ചു തുടങ്ങി. പിന്നെ അവൻ TV വരുന്ന മത്സരങ്ങൾ നമ്മളെ പോലെയല്ല, ഇൻഡെപ്തായിട്ട് അതിനെ അനലൈസ് ചെയ്യും. എന്തുകൊണ്ട് ആണ് ഈ മത്സരം ഇങ്ങനെ പോകുന്നത്, എന്തുകൊണ്ട് തോറ്റു, ആരാണെന്നുള്ള ആ രീതിയിൽ അവനെല്ലാം നോക്കി കാണുന്നു. പിന്നെ നമ്മളും അവനെ ഈ സ്പോർട്സിന് വേണ്ടി അവൻ TV ഓൺ ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും തടസ്സം നിൽക്കാറില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പല വലിയ മാച്ചുകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. പല കളിക്കാരെയും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സുനിൽ ഛേത്രി അതുപോലെയുള്ള കളിക്കാർ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. സാറിന് ആക്ച്വലി നമ്മൾ പല പാരൻസിനെയും കാണാറുണ്ട്. എത്രയൊക്കെ ചെയ്താലും അവരൊരിക്കലും മക്കൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഹാപ്പി ആവാറില്ല. അപ്പോഴും കംപ്ലയിൻസ് ആണ്, അവരൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മടിയാണ്, അല്ലെങ്കിൽ വായിക്കുന്നില്ല, എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികളെ ബ്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ശരിക്കും നിങ്ങൾ വ്യത്യസ്തരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് മോനെ പ്രോത്സാഹിപ്പിക്കുകയും അവൻ്റെ കഴിവുകളെ എബിലിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്ത് അവനെ ട്രെയിൻ ചെയ്യുകയാണ്, സ്കിൽസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട്. അപ്പോൾ പാരന്റിങ് ടിപ്പായിട്ട് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുണ്ടോ? പാരന്റിങ് ടിപ്പ് എന്നുള്ളതിനേക്കാളും നമ്മളോരോ ആൾക്കാരും ഇപ്പം ഇവന് വേണ്ടുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാവുന്നത് അവൻ്റെ ജീവിതം കണ്ടുകൊണ്ടാണ്. അപ്പം നമ്മുടെ മക്കൾ ഓരോ ആൾക്കും പല രീതിയിലുള്ള കഴിവ് ആണ്. പക്ഷെ നമ്മളെപ്പോഴും അവരെ ഒബ്സർവ് ചെയ്യുക, അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാക്കുക, എപ്പോഴും ഒരു ഫൈറ്റിലേക്ക് എത്തിക്കാതിരിക്കുക. ഫൈറ്റ് ഉണ്ടാവാം തീർച്ചയായിട്ടും. നമ്മളിപ്പം പാരൻസും മക്കളും അച്ഛനും അല്ലെങ്കിൽ അമ്മയും തമ്മിൽ അടിയുണ്ടാവും. പക്ഷെ അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് തീരുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം പ്രോത്സാഹനം കൊടുക്കേണ്ടടുത്ത് പ്രോത്സാഹനം കൊടുക്കുകയും അത് ചെയ്യരുത് എന്ന് പറയുന്നിടത്ത് നമ്മൾ മാതൃകയാവണം. നമ്പർ 1. ഇപ്പം ഞാൻ ഇവനോട് പറയുന്നു നീ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുസ്തകം വായിക്കാതിരിക്കും മൊബൈല് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇവൻ എപ്പോഴും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തിനാണ് മൊബൈൽ നോക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നില്ല? അപ്പം ഞങ്ങളും വായിക്കാറുണ്ട്, ഞങ്ങളും അത്യാവശ്യം നല്ലോണം വായിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു ഇതല്ലാതെ നീ വായിക്ക് ഞാൻ മൊബൈൽ റീൽസ് നോക്കട്ടെ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നമ്മളും ആ ഒരു കാണിച്ചുകൊണ്ട് എന്താണ് മോഡൽ നമ്മൾ തന്നെ ആവുക എന്നുള്ളത്, അത് കണ്ടേ പഠിക്കുള്ളൂ ആൾക്കാർ. എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ട് പഠിക്കുകയൊന്നുമില്ല. അതായത് നിൻ്റെ വഴി ഞാൻ ചൂസ് ചെയ്യുക എന്നുള്ളതൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോഴും കൊടുക്കുന്നത് ഇപ്പം ഇവൻ്റെ കാര്യത്തിലായാലും
അറിയാം ഇവന് ഫിസിക്കലി ഡിഫിക്കൽട്ടി ഉണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങളിൽ നമ്മളിപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല ഇവൻ എന്താ ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിൽ നിറച്ചും കൊടുക്കുകയാണ്. ഇവിടെ പുസ്തകം, ഇവിടെ സ്പോർട്സ്, ഇവിടെ ആർട്സ്, ഇവിടെ സിനിമ, ഇവിടെ സ്ഥലം, യാത്ര, അങ്ങനെ ഒരു പ്ലേറ്റ് കൊടുക്കുകയാണ്. ആ പ്ലേറ്റിൽ അവന് ഇഷ്ടപ്പെട്ടതേ അവൻ കഴിക്കുള്ളൂ. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കും. ഏതിലാണെന്ന് വെച്ച് ഒരു സ്ഥലം എപ്പോഴെങ്കിലും അവൻ പിക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മളിതൊരു ബേസ് കൊടുക്കുക മാത്രമാണ്. ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. നമ്മളിങ്ങനെ മീൻസ് ഇതൊരു ജേണി ആണല്ലോ. നമ്മളിപ്പം വിചാരിക്കുന്നത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല. പക്ഷെ നമ്മൾ ജേണി നല്ലപോലെ എൻജോയ് ചെയ്യാൻ, ഇന്നാണെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നത് നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിവൻ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് ഇറങ്ങാണ്. പിന്നെ ഞങ്ങളെവിടെയും ഞാൻ ഒറ്റക്കോ അങ്ങനെ പോവാറില്ല. മാക്സിമം ഒരു പുസ്തകം പഠിക്കാനെങ്ങാനും ഞാൻ പോകുന്നതല്ല. ഞങ്ങൾ എവിടെ പോകും, ഒരു കല്യാണം ആയാലും അല്ല വേറെ എവിടെ പോകുന്നുണ്ടെങ്കിലും ഒരുമിച്ചേ പോകാറുള്ളൂ. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് അങ്ങനെ തന്നെ പോകാറുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ ഇവന് പോകാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ ഞങ്ങളും പോവില്ല. അപ്പോൾ എവിടെ നിന്നെങ്കിലും പിന്നെ നമ്മളെല്ലാം പോസിറ്റീവായിട്ടാണ് കാണാറ്. നെഗറ്റീവ് ഉണ്ടാവും, പിന്നെ ഇല്ലെന്നല്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള നെഗറ്റീവ് അടിച്ച സമയങ്ങളുണ്ട്. നമ്മളിപ്പോൾ പറയുമ്പോൾ ഓക്കെ ഇവരെപ്പോഴും പോസിറ്റീവാണ്, അങ്ങനെ നമ്മൾക്ക് പറ്റുന്നില്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നെഗറ്റീവ് ഉണ്ടാവും, പക്ഷെ നമ്മൾ മാത്രം തീരുമാനിച്ചാലേ ഉള്ളൂ. പിന്നെ ഈ പാരൻറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നമ്മളും കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര പ്രതീക്ഷകളാണ്. കാരണം നമ്മൾക്ക് നേടാൻ പറ്റാത്തത് ഇവർ നേടണം. എനിക്ക് ഡോക്ടറാകാൻ പറ്റിയില്ല, ഇവൻ എന്തായാലും ഡോക്ടറാക്കണം. അങ്ങനെയൊന്നും ചെയ്യരുത്. അത്രമാത്രമാണ്. കാരണം ഇതൊരു കാലമാണ്. ഇപ്പോഴത്തെ പാരന്റിങ് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്കായിട്ട് സമയം ചെലവഴിക്കാൻ ആർക്കും സമയമില്ല. പക്ഷെ സാറിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെസ്സി ഫാനായ അനിരുദ്ധിനെ ഖത്തർ വേൾഡ് കപ്പിൽ കൊണ്ടുപോയിട്ട് മെസ്സിയുടെ കളി കാണിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. സാർ എന്താണ് ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ഖത്തറിൽ ഞങ്ങൾ ഇവൻ മാതൃഭൂമി 2022 മാതൃഭൂമി ഇതിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂ പോലെ. ഇവൻ 100 പുസ്തകം വായിച്ചപ്പം അവർ വന്നിട്ട് ഒരു വായനാ ദിനത്തിൽ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ചോദിച്ചപ്പോൾ ഇവൻ അതിലൊരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഖത്തറിൽ പോയിട്ട് വേൾഡ് കപ്പ് കാണണം എന്നുള്ളത്. കാരണം ഇത്രയും അടുത്ത് നമുക്ക് വേറെ വേൾഡ് കപ്പ് കിട്ടില്ല. അപ്പം അങ്ങനെ ഖത്തറിൽ പോകാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ല. കാരണം ഒബ്വിയസ്ലി നമ്മൾ ഫുൾ ടൈം ജോലി ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതില്ല. അപ്പോഴാണ് ഞാൻ ഈ DCS മാറ്റ് വാഗമണിൽ പഠിപ്പിച്ച ഒരു ബാച്ച് കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. അവർ പാരലായിട്ട് ഇവൻ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അവർ പാരലായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കയ്യിലൊന്നും നടന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സ്പോൺസർ ചെയ്യും, ടിക്കറ്റ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം വേറൊരാൾ വന്ന് അവിടെ തന്നെയുള്ള ഖത്തറിലുള്ള ലിജോ വന്നിട്ട് പറഞ്ഞു ടിക്കറ്റ് നമ്മൾക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പം വേൾഡ് ഫിഫയിലൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, വീൽ ചെയറിലുള്ള കുട്ടികൾക്ക് ഇത് കാണാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം ഇവൻ്റെ കൂടെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് പോകും. ടിക്കറ്റ് വലിയ കോസ്റ്റ്ലി ഒന്നും ആയിരുന്നില്ല. വിമാന ടിക്കറ്റ് ആയിരുന്നു. ഒബ്വിയസ്ലി എല്ലാവരും ഖത്തറിലേക്ക് ഈ വേൾഡ് കപ്പിന് പോകുന്ന ഒരു സമയമായതുകൊണ്ട് ടിക്കറ്റ് കോസ്റ്റ്ലി ആയിരുന്നു. ആ കോസ്റ്റ് ഈ സ്റ്റുഡൻസ് ബെയർ ചെയ്തു. ഞങ്ങൾ അവരുടെ കൂടെ വീട്ടിൽ താമസിച്ചു. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അനിരുദ്ധ്, മെസ്സിനെ കണ്ടിട്ട് ഹാപ്പി ആയോ? എന്തായിരുന്നു അന്ന് തോന്നിയേ? അന്ന് തിരിച്ചു വന്നപ്പോ തൊണ്ട പൊട്ടിപ്പോയി. ശരിക്കും പിറ്റേ ദിവസം മുതൽ സുഖമില്ലാണ്ടായിപ്പോയി. ഒച്ചെടുത്തോ മെസ്സിനെ കണ്ടപ്പോ? ഓ ദാറ്റ്സ് ഗ്രേറ്റ്. ഭയങ്കര ബഹളായിരുന്നു. മെസ്സി ജയിച്ച കളിയായിരുന്നു അല്ലേ? ജയിച്ചാളി. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. നല്ലൊരു കാര്യം സാർ, ചെറിയൊരു കാര്യമല്ല. ഞാൻ പറഞ്ഞു കൊച്ചുകുട്ടികളെ നമ്മളിവിടെ പാർക്കിൽ കൊണ്ടുപോകാൻ നമുക്ക് സമയമില്ല എന്ന് പറയും. പക്ഷെ ഖത്തർ വരെ എത്തിച്ച് ഈ സമയമില്ല എന്ന് പറയുന്നത് നമ്മളിപ്പോഴും നമുക്ക് കാണാറുണ്ട്. പല ആൾക്കാരും സമയമില്ല, ഒന്നിനും സമയമില്ല എന്നുള്ളത് അതെനിക്ക് തോന്നുന്നു നമ്മൾ ചുമ്മാ ഉണ്ടാക്കുന്ന ഒരു വലയം മാത്രമാണ്. നമ്മൾ തന്നെ സമയമില്ല എന്ന് പറയുന്നത്, ഇത്രയും സമയമില്ലാതിരുന്ന് നമ്മളൊരു ദിവസം പോവുകയല്ലേ. അതൊരു ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക പരമാവധി. ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നമ്മൾ സന്തോഷത്തിലൊന്നും ആയിരിക്കില്ല. നമ്മൾ എത്രമാത്രം അത് അങ്ങോട്ട് ഒന്നുകൂടി കടത്തി പിടിക്കുക. ഇന്ന് 5 മിനിറ്റ് ആണെങ്കിൽ നാളെയൊക്കെ ഒരു 7 മിനിറ്റ് ആക്കുക. അങ്ങനെ കൂടും. പിന്നെ ഇത് തന്നെയാണ്, നമ്മൾ ജേർണി എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല. ഡെസ്റ്റിനേഷൻ നമ്മൾ എത്താൻ പോകുന്നുണ്ടോ എത്തുമോ എന്നുള്ളതൊന്നും അറിയാത്തൊരു യാത്രയിലാണല്ലോ നമ്മൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്തത്. അനിരുദ്ധ് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഈ ട്രാവലിംഗ് ശരിക്കും ഒരു ഹീലിംഗ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു ലേണർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ട്രാവലിംഗ് എന്ന് പറയുന്നത്? അതൊരു ഭയങ്കരമായ നമ്മളിപ്പം പലപ്പോഴും ഞാനിപ്പോൾ എല്ലാവരോടും പറയുക യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ആരെങ്കിലും യാത്ര ചെയ്യുന്നത് കാണുന്ന പോലും നമ്മൾക്ക് സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുട്ടികളെ എവിടെയും കൊണ്ടുപോകാതെ വീട്ടിനകത്ത് ഇരുത്തുന്ന ഒരവസ്ഥയുണ്ട്. മറ്റൊന്നുമല്ല,
ബുദ്ധിമുട്ടാണ്, കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, പിന്നെ ആൾക്കാരുടെ നോട്ടം, ഇതൊക്കെയാണ് പലരും, നമ്മൾക്ക് എന്തിനാണ് ആൾക്കാരുടെ നോട്ടം, നമുക്ക് ഇവൻ എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ യാത്ര നമ്മളുടെ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്നതാണ്. ഈവൻ ടെറൈൻ പോലും മാറുമ്പോൾ, നമ്മളിപ്പോൾ പരന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പിന്നെ കയറുന്നതാണ്. ഇപ്പോൾ ഇവനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത യാത്രയിൽ ഏറ്റവും സന്തോഷം, ഓരോ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും. ഇപ്പോൾ രാജസ്ഥാനിൽ ഒരു 12 ദിവസം ഞങ്ങൾ റോഡ് ട്രിപ്പ്, കാറിൽ രാവിലെ എഴുന്നേറ്റ് കാറിൽ ഒരു സ്ഥലത്തേക്ക് പോകും, അവിടുന്ന് അങ്ങനെ ഓൾമോസ്റ്റ് രാജസ്ഥാൻ. അതിൽ ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ മരുഭൂമിയാണ്, ജയ്സൽമീർ മരുഭൂമിയിൽ. കാരണം നമ്മളെന്തിനാണ് മരുഭൂമി ഇഷ്ടം, അതൊരു ഇഷ്ടമാണ്. അവിടെ ഡാൻസ്, പാട്ട്, അവിടുത്തെ രീതി, ഒട്ടകം, കൾച്ചർ, അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കും. അത് ഉണ്ടാക്കുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ. അതാണ് ട്രാവലിങ്ങിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം, ഞങ്ങൾക്ക് മൊത്തം കിട്ടി, ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പം പല സ്ഥലങ്ങളിലും നമുക്ക് ചെറിയ ഹെൽപ്പുകൾ കിട്ടും. ഒന്നുകിൽ ഇവനെ എടുത്തങ്ങോട്ട് മാറ്റാൻ ആരെങ്കിലും ഒരാൾ വരും. നമുക്കിപ്പോൾ 100 പേരുണ്ടെങ്കിൽ ഇപ്പോൾ 100 പേരും അതിന് വരണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ പാടില്ല. നമ്മൾക്കിപ്പോൾ ആവശ്യം എന്താണ്, ജസ്റ്റ് ഒന്ന് പിടിക്കണം, ഒരു വീൽ ചെയർ ഒന്ന് പിടിക്കണം, അതിനെപ്പോഴും ഒരാളുണ്ട്.